ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ പഠിച്ചു വരികയാണ്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ടൈപ്പാണ് HPLC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. എന്താണ്? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്നാണ് ഇതിൻ്റെ പേരായിട്ട് വരുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് കോളം ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കാണ്. അതായത് ഇതൊരു കോളം ക്രൊമാറ്റോഗ്രഫി തന്നെയാണ്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. കോളം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നില്ല, ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിയാണ് ഇത് HPLC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സാധാരണ നമ്മളൊരു ക്രൊമാറ്റോഗ്രഫി ചെയ്തതാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആ ടൈം നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന ടൈം കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്യണം അല്ലേ. മൊബൈൽ ഫേസ് അതിനകത്തൂടെ എത്ര പോലെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോ റേറ്റ് എന്ന് പറയാം, ഒരു യൂണിറ്റ് ടൈമിൽ. അപ്പോൾ ആ ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെപ്പറേഷൻ ഫാസ്റ്റ് നടക്കും. അപ്പോൾ ടൈം റെഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്യണം, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോളം ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കാണ് ഇത് HPLC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലോങ്ങർ കോളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ എഫക്റ്റ് കൂടുതലായിരിക്കും. അത് ഡിഫ്യൂസ് ചെയ്യുന്നുള്ള ആ ഒരു എഫക്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈം കുറച്ചിട്ട് ഫ്ലോ റേറ്റ് കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ക്രൊമാറ്റോഗ്രഫിയിലേക്ക് അങ്ങനെയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ലിക്വിഡാണ് ഇതിൻ്റെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഹൈ പ്രഷറാണ് കേട്ടോ. ഇതിനകത്ത് 8000 SI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള പ്രഷർ. അപ് ടു 8000 SI, അത്രയും ഹൈ പ്രഷറിലാണ് നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫി റൺ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്താണ്? ഫ്ലോ റേറ്റ് കൂട്ടുക, ടൈം കുറക്കുക. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ പ്രഷർ. അപ്പോൾ ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് നമ്മൾ പറയാറുണ്ട്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ക്രൊമാറ്റോഗ്രഫിയാണ് ഇത് HPLC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണെങ്കിൽ, നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞത്? ഫാസ്റ്റ് ആണെങ്കിൽ ബെറ്റർ റെസൊല്യൂഷൻ കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ ഈ കേസിൽ നമുക്ക് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെരി ഫാസ്റ്റ് സ്പീഡ് ഓഫ് റെസൊല്യൂഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഏതിനകത്ത്? HPLCനകത്ത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾ ആയിരിക്കണം ഇവിടെ എടുക്കുന്നുള്ളത് കേട്ടോ. സ്മോൾ എമൗണ്ടിലാണ് നമ്മൾ സാമ്പിൾ എടുക്കാറുള്ളത്. പിന്നെ മെയിനായിട്ട് അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ചില ക്രൊമാറ്റോഗ്രഫി അനലിറ്റിക്കലിനും പ്രിപ്പറേറ്റീവിനും വേണ്ടി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കോളം ക്രൊമാറ്റോഗ്രഫിയിലകത്ത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് അനലിറ്റിക്കലിന് വേണ്ടി മാത്രമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷേ നമ്മൾ പ്രിപ്പറേറ്റീവിന് യൂസ് ചെയ്യും, പക്ഷേ മെയിനായിട്ട് നമ്മൾ അനലിറ്റിക്കലിനാണ് കേട്ടോ. അപ്പോൾ പ്രിപ്പറേറ്റീവിന് യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ല, പക്ഷേ നമുക്ക് മെയിനായിട്ടും പറയുമ്പോൾ എന്താണ്? അനലിറ്റിക്കലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പോളാർ കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളാർ കോമ്പൗണ്ട്സ് ആകുമ്പോൾ പ്രീ ട്രീറ്റ്മെൻറ്റ് അവിടെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് ഈ HPLC യൂസ് ചെയ്യുന്നത് പോളാർ കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ്. അതായത് ഡ്രഗ് മെറ്റബോളിറ്റ്സിൻ്റെ കേസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്സോർപ്ഷൻ വെച്ചിട്ട് ചെയ്യാം, പാർട്ടീഷൻ വെച്ചിട്ട് ചെയ്യാം. അതായത് ഒരു കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ചെയ്യുന്നുള്ള എല്ലാ പ്രിൻസിപ്പിളും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അയൺ എക്സ്ചേഞ്ച് ചെയ്യാം, സൈസ് എക്സ്ക്ലൂഷൻ ചെയ്യാം, അഫിനിറ്റി ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു എക്സ്ട്രീംലി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ HPLC എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഇവിടെ ടൈം കുറച്ച് ഫ്ലോ റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെരി ഫാസ്റ്റസ്റ്റ് ആണ്, ഒരു ടൈപ്പ് ഓഫ് കോളം ക്രൊമാറ്റോഗ്രഫി തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ്ങർ കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ റേറ്റ് ഫാസ്റ്റർ ആയിരിക്കും. 8000 SI വരെയുള്ള പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 8000 SI വരെയുള്ള പ്രഷർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്ലോ റേറ്റ് കൂട്ടുന്നു, ടൈം കുറക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സെപ്പറേഷൻ ചെയ്ത് കിട്ടുന്നു. പിന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടാണെങ്കിലും എഫീഷ്യൻ്റ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതൊക്കെ എന്താണ്? ഫാസ്റ്റസ്റ്റ് ആണെങ്കിൽ ബെറ്റർ റെസൊല്യൂഷൻ കിട്ടൂല എന്ന് പറയും. പക്ഷേ ഇവിടെ ഫാസ്റ്റസ്റ്റ് ആണെങ്കിലും എഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. പിന്നെ സാമ്പിൾ എപ്പോഴും സ്മോൾ എമൗണ്ടിൽ എടുക്കുക. അനലിറ്റിക്കൽ മെത്തേഡ്സിന് വേണ്ടിയിട്ട്, അനലിറ്റിക്കൽ യൂസസിനാണ് കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്ക് പോളാർ കോമ്പൗണ്ട്സിന്, ഡ്രഗ് മെറ്റബോളൈറ്റ്സിനകത്തുള്ള പോളാർ കോമ്പൗണ്ട്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മുന്നത്തെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല.
പിന്നെ നമുക്ക് അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം, പാർട്ടീഷൻ യൂസ് ചെയ്യാം, സൈസ് എക്സ്ക്ലൂഷൻ, അയൺ എക്സ്ചേഞ്ച്, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, അങ്ങനെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ HPLC റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മുന്നത്തെ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫീസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരണേ. ഫുഡ് അഡൾട്രേഷൻ ആൻഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ക്രൊമാറ്റോഗ്രഫി പാർട്ട് 2 എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് HPLC എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് വന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഈ HPLCൻ്റെ മെയിൻ കോമ്പോണൻസ് പറയുകയാണെങ്കിൽ 6 മെയിൻ കോമ്പോണൻസ് ഉണ്ട് കേട്ടോ HPLCനകത്ത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോൾവെൻ്റ് റിസർവോയർ എന്ന് പറയും. അതായത് നമ്മുടെ മൊബൈൽ ഫേസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതാണ് സോൾവെൻ്റ് റിസർവോയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അപ് ടു 8000 സൈ വരെ നമ്മൾ പ്രഷർ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു പ്രഷർ പമ്പ് വേണം. ഹൈ പ്രഷറായിട്ടുള്ള ഒരു പമ്പ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഈ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേഷനറി ഫേസിലൂടെ നമ്മുടെ മൊബൈൽ ഫേസിനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഒരു ഡിവൈസ് വേണം. എന്തിനാണ്? ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സാമ്പിളിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിവൈസ് ടു ഇഞ്ചെക്റ്റ് സാമ്പിളിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഡിവൈസ് വേണം. പിന്നെ നമുക്ക് അറിയാമല്ലോ ഒരു കോളം ആവശ്യമാണ്. ഒരു കോളം ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് സെപ്പറേഷൻ നടക്കുള്ളൂ. പിന്നെ നമുക്കറിയാം ഈ കോളത്തിൽ നിന്ന് സെപ്പറേറ്റ് വരുന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ക്രൊമാറ്റോഗ്രാം വരുന്നുണ്ടല്ലേ. ആ ക്രൊമാറ്റോഗ്രാം വരുന്നത് ഒരു പൊട്ടൻഷ്യോമെട്രിക് റെക്കോർഡർ യൂസ് ചെയ്തിട്ടാണ് ഒരു ക്രൊമാറ്റോഗ്രാം വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള കോമ്പോണൻസ് 6 ഒന്ന് സോൾവെൻ്റ് റിസർവോയർ കേട്ടോ. റിസർവോയറാണ്. റിസർവോയർ എന്ന് വെച്ചാൽ അതിനകത്താണ് നമ്മൾ സാമ്പിൾ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാമ്പിൾ സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സാമ്പിൾ എത്രത്തോളം സ്റ്റോർ ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള അതായത് ഇപ്പോൾ അതിൻ്റെ വോളിയം, ഇപ്പോൾ എത്രത്തോളം സാമ്പിളാണ് നമ്മളുള്ളത് അതിൻ്റെ അത്രയും വോളിയം, ആ പർട്ടിക്കുലർ വോളിയം അതിനകത്ത് അടങ്ങാൻ പറ്റുന്നുള്ള ആ ഒരു ടൈപ്പ് റിസർവോയർ ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ഇനേർട്ടായിരിക്കണം. നമ്മുടെ സോൾവെൻ്റായിട്ട് ഇതൊരിക്കലും റിയാക്ട് ചെയ്യാൻ പാടില്ല, അതും ഒരു കാര്യമാണ്. അപ്പോൾ സോൾവെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് സ്മോൾ സാമ്പിളിലാണ് സ്മോൾ എമൗണ്ടിലാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു എമൗണ്ടിൽ ഈ സോൾവെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു റിസർവോയർ തന്നെ ആയിരിക്കണം. പിന്നെ ഒരു ഇനേർട്ടായിരിക്കണം. നമ്മുടെ സാമ്പിളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇത് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊരു ഇനേർട്ടായിട്ടുള്ള ആളായിരിക്കണം. പിന്നെ ഇതിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല, ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരാൻ പാടില്ല. അല്ലെ, നമുക്കറിയാം ഇമ്പ്യൂരിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് വരാൻ പാടില്ല. പിന്നെ നമ്മൾ ഏത് സോൾവൻസ് എടുക്കുകയാണെങ്കിലും അതിനെ നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് മാത്രം ഫിൽറ്റർ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നമ്മളിതിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എയർ ബബിൾസ് വന്നിട്ട് ഇതിനെ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീഗ്യാസ് ചെയ്യും. ഡീഗ്യാസ് എന്ന് പറയുന്നത് അതായത് അതിനകത്തുള്ള ഗ്യാസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, സോൾവെൻ്റ് റിസർവോയറിനെ കുറിച്ച് പറയാനുള്ളത്. അത്രയും ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫിൽറ്റർ യൂസ് ചെയ്യണം. എയർ ബബിൾസ് വരുന്നത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് അതിനെ ഡീഗ്യാസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ അടുത്ത ഹൈ പ്രഷർ പമ്പിലോട്ട് പോകുന്നത്. ഹൈ പ്രഷർ പമ്പിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അപ് ടു 8000 സൈ അല്ലേ, അപ് ടു 8000 സൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അത്രത്തോളം പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു ആളായിരിക്കണം ഈ ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാമ്പിൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഡിവൈസ്. അപ്പോൾ 2 മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ സാമ്പിൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ മൈക്രോ സിറിഞ്ച് ഒരു മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ മൈക്രോ സിറിഞ്ച് എന്ന് പറയുമ്പോൾ ഇതിന് ഇത്രയും ഹൈ പ്രഷറിലല്ലേ നമ്മൾ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. സോ മൈക്രോ സിറിഞ്ച് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ഇത്രത്തോളം ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൈക്രോ സിറിഞ്ച് നമ്മൾ മെഷർ ചെയ്യാണ്, ഉണ്ടാക്കുകയാണ്, ഡിസൈൻ ചെയ്യാണ്. എന്നിട്ട് ഈ മൈക്രോ സിറിഞ്ചിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. നമ്മുടെ സാമ്പിളിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഇനേർട്ട് മെറ്റീരിയലിലേക്ക്, അതായത് കോളത്തിൻ്റെ മേലെ ഒരു ഇനേർട്ട് മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മൈക്രോ സിറിഞ്ച് ഒരു മെത്തേഡ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ലൂപ്പ് നമ്മളെടുക്കും.
ഇനോക്കുലേഷൻ ലൂപ്പ് എന്നൊക്കെ കേട്ടില്ല, അങ്ങനെ ഒരു മെറ്റൽ ലൂപ്പ് നമ്മളെടുത്തിട്ട് സാമ്പിൾ വെച്ചിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാനൽ വെച്ചിട്ട് അത് നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. ആ ലൂപ്പിൽ നിന്ന് കോളത്തിലേക്ക് അങ്ങനെയാണ് കൊണ്ടുപോകുന്നുള്ളത്. അതാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മൈക്രോ സിറിഞ്ച് ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ടൈപ്പാണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മളൊരു മെറ്റൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് കടക്കുകയാണ് ചെയ്യുക. അതാണ് ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ കോളത്തിൻ്റെ കേസിൽ, കോളം എന്ന് പറഞ്ഞില്ലേ, കോളം ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ കോളം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാവുന്ന കോളമുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാം, അലൂമിനിയം വെച്ചിട്ടുണ്ടാക്കാം, കോപ്പർ വെച്ചിട്ടുണ്ടാക്കാം, പിന്നെ PTFE ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഉണ്ടാക്കാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോളം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ സ്റ്റീൽ തന്നെയാണ് കോമൺ ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം വലിയ ഹൈ പ്രഷർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡയമീറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ 20 to 50 സെൻറ്റിമീറ്റർ ലെങ്ത്താണ്, 1 to 4 mm ഡയമീറ്ററാണ്. 1 to 4 mm ഡയമീറ്ററും 20 to 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന HPLCൻ്റെ കോളം എന്ന് പറയുന്നത്. അത്രയാണ് 20 to 50, 1 to 4 വരുന്നുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിനകത്ത് ഒരു ഇൻറ്റേർണൽ മിറർ ഉണ്ടാവും കേട്ടോ. ഇൻറ്റേർണലായിട്ട് ഒരു മിറർ കൂടി ഇതിനകത്ത് ഉണ്ടാവും, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, കോളത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ നമ്മളെല്ലാ കോളം ക്രോമാറ്റോഗ്രാഫിയിലും പറയുന്ന പോലെ താഴെ എന്തുണ്ടാവും, ഒരു ടെഫ്ലോണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലഗ് വെച്ചിട്ട് നമ്മളവിടെ അതിനെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി കോളം പാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പോറസ് ആയിട്ടുള്ള സപ്പോർട്ട് വെച്ചിട്ട് അതിനെ പാക്ക് ചെയ്യാം. മൈക്രോ പോറസ് ആയിട്ടുള്ള സപ്പോർട്ട് വെച്ചിട്ട് പാക്ക് ചെയ്യാം. ബോണ്ടഡ് ഫേസസ് വെച്ചിട്ട് പാക്ക് ചെയ്യാം. അല്ലെങ്കിൽ പെലിക്കിൾസിലെ പെലിക്കുലാർ സപ്പോർട്ട് വെച്ചിട്ട് അതിന് പാക്ക് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള പാക്കിങ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കോളം പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, യൂണിഫോം ആയിട്ട് വേണം നമ്മളതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂണിഫോം ആയിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെൻസായിട്ട് നമ്മളതിനെ പാക്ക് ചെയ്യണം. എന്ത് ചെയ്യണം, ഡെൻസായിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഹൈ പ്രഷർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ കോളത്തിന് ഒരു ഡിസ്റ്റർബൻസും വരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നമ്മളതിനെ പാക്ക് ചെയ്യേണ്ടത്. ഹാർഡ് ജെല്ലാവാൻ പാടില്ല കേട്ടോ. ഹാർഡ് ജെല്ലാണെങ്കിൽ ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഹാർഡ് ജെല്ലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം. ബിഫോർ പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇനി സോഫ്റ്റ് ജെല്ല് നമ്മൾ ഇതിനകത്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ജെല്ലാണെങ്കിൽ ഇവിടെ അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ജെല്ലിൻ്റെ ഫ്രാക്ചർ ഉണ്ടാവും. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ ഹാർഡ് ജെല്ല് യൂസ് ചെയ്യാൻ പാടില്ല, സോഫ്റ്റ് ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡിറ്റക്ടേഴ്സിൻ്റെ കേസിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ, കോളത്തിൻ്റെ കേസും അതുപോലെ തന്നെ ഡിവൈസ് ടു ഇഞ്ചെക്ട് പമ്പ്, അതുപോലെ തന്നെ ഹൈ പ്രഷർ, സോൾവെൻറ്റ്, റിസർവോയർ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഡിവൈസ് ടു ഇഞ്ചെക്ട് ഒക്കെ ക്ലിയർ ആണ്. കോളത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ വെച്ച് ഫില്ല് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇനി ഡിറ്റക്ടേഴ്സിൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമ്മൾ എന്താണ് യു വി അല്ലെങ്കിൽ വിസിബിൾ ഫോട്ടോമീറ്റേഴ്സാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോ ഫോട്ടോമീറ്റേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ പിന്നെ ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോണിറ്റേഴ്സ് കൂടി ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോണിറ്റേഴ്സ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ UV വിസിബിൾ ഫോട്ടോ മീറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു ടെക്നിക്കാണ്. എന്താണ് ഇൻഎക്സ്പെൻസീവ് ആണ്, ഇൻസെൻസിറ്റീവ് ടു ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വന്നാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്കാരാണ് UV വിസിബിൾ ഫോട്ടോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഒന്നും വന്നാൽ വലിയ കാര്യമായിട്ടൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരാളാണ്. പക്ഷേ ഇവരെന്താണ് സാമ്പിൾ സെലക്റ്റീവാണ്. അതായത് ഒരു 250 നാനോമീറ്റർ അല്ലെങ്കിൽ ഒരു 280 നാനോമീറ്റർ അതൊക്കെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സിനൊന്നും നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കേസിൽ UV വിസിബിൾ ഫോട്ടോമീറ്റേഴ്സ് ഫോട്ടോമീറ്റേഴ്സ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇവർ ഇൻഎക്സ്പെൻസീവ് ആണ്, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ആയിട്ടൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിൾ സെലക്റ്റീവാണ്. സാമ്പിൾ സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾസിനകത്ത് ഏതിനൊക്കെയാണോ 250 നാനോമീറ്റർ അതുപോലെ തന്നെ 280 നാനോമീറ്ററിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് അവരെ മാത്രമേ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സിലൊന്നും നമുക്കിവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല.
നെക്സ്റ്റ് നമ്മളടുത്തത് സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിനകത്തോട്ട് വരുമ്പോൾ ഇവരുടെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് 200 to 800 നാനോമീറ്റർ വരെ പോകും. അപ്പോൾ ഫോട്ടോമീറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 245 തൊട്ട് 254 തൊട്ട് 280 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ 200 to 800 വരെ പോകും. അതുകൊണ്ട് തന്നെ സാമ്പിൾ ആ റേഞ്ചിനകത്തുള്ള എല്ലാ സാമ്പിൾസിനും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവരാണ് കോമൺ ആയിട്ട് നമ്മുടെ HPLCൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബയോളജിക്കൽ സബ്സ്റ്റൻസിനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പോപ്പുലർ HPLC ഡിറ്റക്ടർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോണിറ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലൂറസെൻസ് മോണിറ്റേഴ്സും നമ്മൾ കോമൺ ആയിട്ട് HPLCൻ്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിറ്റക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ക്രോമാറ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ക്രോമാറ്റോഗ്രാമിനകത്ത് വന്ന് പതിക്കും. എന്നിട്ട് പീക്ക് ഉണ്ടാവും. എന്തെന്ന് നമ്മൾ പറഞ്ഞ ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ അല്ലേ, അങ്ങനെ വന്നിട്ട് നമുക്കൊരു പീക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ആ ക്രോമാറ്റോഗ്രാം അനലൈസ് ചെയ്താൽ ആ സാമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ പീക്ക് ഫസ്റ്റ് ഫോം ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മളൊന്ന് നേരത്തെ പറഞ്ഞു, അനലിറ്റിക്കലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പീഡായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ഫാസ്റ്റാണ്. പിന്നെ സാമ്പിൾ റിക്വയർമെൻറ്റ് വെരി ലോ ആണ്. ചെറിയ എമൗണ്ടിൽ മാത്രമേ നമുക്ക് സാമ്പിൾ റിക്വയർ ആവശ്യമായിട്ട് വരാറുള്ളൂ. പിന്നെ നമ്മുടെ ഡിറ്റക്ടേഴ്സൊക്കെ നല്ല ഡിറ്റക്ടേഴ്സാണ്. ഇവരൊക്കെ എന്താണ് നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ പറയുമ്പോൾ പ്രോട്ടീൻസിൻ്റെ കേസിൽ നമ്മുടെ എല്ലാ ബയോമോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ്സ്, നമ്മുടെ പോളിസാക്കറൈഡ്സ്, പിന്നെ പ്ലാന്റിൻ്റെ പിഗ്മെൻറ്റ്സ്, അമിനോ ആസിഡ്സ്, പെസ്റ്റിസൈഡ്സ്, സ്റ്റിറോയിഡ്സ്, ഡ്രഗ്സ്, പ്ലാന്റ് ഹോർമോൺസ്, ലിപ്പിഡ്സ്, ഇതിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, HPLC യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്രോമാറ്റോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രോമെട്രി കൂടി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെക്കുക. സോ താങ്ക് യു.